ഷറഫുദ്ദീൻ ഒരു ഔട്ട്സൈഡറായി വന്ന് സൈഡ് ക്യാരക്ടേഴ്സ് ചെയ്ത് തുടങ്ങി 13 വർഷങ്ങൾ കൊണ്ട് ഒരു സക്സസ്ഫുൾ ആക്ടർ ആൻഡ് ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ കൂടി ആയ ഒരാളാണ് ഇദ്ദേഹം. 50-ലധികം സിനിമകൾ ചെയ്തിട്ട് ഇന്ന് ഓഡിയൻസിനൊക്കെ ഒരു മിനിമം ഗ്യാരണ്ടി ആണ് ഷറഫുദ്ദീന്റെ സിനിമകൾക്ക്. അദ്ദേഹത്തിന്റെ കരിയർ എങ്ങനെയാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത് എന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോ എപ്പോഴത്തെയും പോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ഷറഫുദ്ദീൻ മൂവി അത് ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്ക്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഷറഫുദ്ദീൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് അൽഫോൺസ് പുത്രന്റെ ലീഡിങ്ങിലുള്ള ആലുവ ഗാങ്ങിലൂടെയാണ്. അൽഫോൺസിന്റെ ഫസ്റ്റ് മൂവി ആയ നേരത്തിൽ ഒരു ചെറിയ റോൾ ചെയ്തിട്ടായിരുന്നു അതധികം ആരും ശ്രദ്ധിച്ചൊന്നുമില്ല. അതിനുശേഷം വന്ന ഓം ശാന്തി ഓശാനയിലെ ക്യാരക്ടറിന്റെ അവസ്ഥ സെയിം ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സിനിമയിലെ ക്യാരക്ടർ അത് ഐക്കോണിക് ആയിരുന്നു. നിവിന് ഇന്നീ കാണുന്ന ഇഷ്ടം നേടിക്കൊടുത്ത പ്രേമത്തിലെ ഗിരിരാജൻ കോഴി. റാസൽ ഖൈമീര വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. ഏത് രാജകുമാരൻ ചേട്ടാ? നീ മിണ്ടായിരുക്ക? ആ ഒരു ക്യാരക്ടർ സിനിമയിൽ ഒരു ചെറിയ ഷോ സ്റ്റീലർ ആയിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ. ഗിരിരാജൻ കോഴി നീയാണോ? ഇന്നും നമ്മൾ ആരും മറക്കാത്ത കുറച്ച് ക്യാരക്ടേഴ്സ് ഷറഫുദ്ദീൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം തുടക്കം ഗിരിരാജൻ കോഴിയിൽ നിന്നും ആയിരുന്നു. പ്രേമത്തിന് ശേഷം 2016 4 സിനിമകളിൽ അഭിനയിച്ചു. അതിലും ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഓർത്തിരിക്കുന്ന ക്യാരക്ടേഴ്സ്. 2016 ആദ്യ സിനിമയായിരുന്നു പൃഥ്വിരാജിന്റെ കൂടെ പാവാട. ഇവർ രണ്ടുപേരുമുള്ള സീൻസ് പാവാടയിൽ നൈസ് ആയിരുന്നു. പക്ഷെ പിന്നീട് സിനിമ കുറച്ച് ശോകമായെങ്കിലും അടുത്ത സിനിമ അത് കുറച്ച് സ്പെഷ്യലാണ്. ഒമർ ലുലുവിന്റെ ഫസ്റ്റ് വർക്ക് ആൻഡ് ആൾ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് വർക്കും ഹാപ്പി വെഡിങ്. സിജു വിൽസൺ ആയിരുന്നു ഹാപ്പി വെഡിങ്ങിലെ നായകൻ. എങ്കിലും ആ സിനിമയിൽ എല്ലാവരും പ്രശംസിച്ചത് ഷറഫുദ്ദീനെയും ആളുടെ കോമഡി ടൈമിങ്ങിനെയും ആയിരുന്നു. അസൈൻമെന്റ്, ലാബ്, റിപ്പോർട്ട്, വൈവ, പ്രൊജക്ട്, ഇന്റേണൽ, സെമസ്റ്റർ എക്സാം, സീരീസ് എക്സാം, പാസ്സായവരെ പുച്ഛം, സപ്ലി, വീട്ടുകാരെ തെറി, ട്യൂഷൻ, ഇങ്ങനെ 4 കൊല്ലം കൊണ്ടേ 56 പേപ്പർ എഴുതിയിട്ട് ഒരു വീട്ടുകാരെ പുറത്തേക്ക് വന്നത്. അപ്പൊ വീട്ടുകാരെ കാണുമ്പോൾ പുച്ഛിക്കരുത്. അദ്ദേഹം കാരണമാണ് ആ സിനിമക്ക് ഒരു റിപ്പീറ്റ് വാച്ചിങ് വാല്യൂ ഉള്ളത്. അങ്ങനെ ഹ്യൂമർ ഒക്കെ അടിപൊളിയായി ചെയ്തിട്ട് ഓഡിയൻസിനൊക്കെ വർക്കായപ്പോൾ പിന്നീട് ആ ഒരു കംഫർട്ട് സോണിൽ കുറെ ക്യാരക്ടേഴ്സ് അദ്ദേഹം ചെയ്തു. പ്രേതം, വെൽക്കം ടു സെൻട്രൽ ജയില്, ജോർജ് ഏട്ടൻസ് പൂരം, പിന്നെ എല്ലാവരും ശ്രദ്ധിച്ച പ്രേതത്തിന് ശേഷമുള്ള ഒരു ഗാങ് മൂവി ആയിട്ട് വന്ന റോൾ മോഡൽസ്. പെർഫോമൻസ് വൈസ് ഓരോ മൂവി കഴിയും തോറും ആൾ ഇംപ്രൂവ് ആയി വരികയായിരുന്നു. നെന്തുകളുടെ നാട്ടിലൊരു ഇടവേള. അങ്ങനെ ഹ്യൂമറിൽ ഓഡിയൻസ് ഒക്കെ ട്രസ്റ്റ് ചെയ്ത ഒരു ആക്ടറായി മാറി ഷറഫുദ്ദീൻ. പെർഫോമൻസും സിനിമകളും നല്ലതായിരുന്നെങ്കിലും ആൾ ടൈപ്പ് കാസ്റ്റഡ് ആയി പോയിരുന്നു കോമഡി റോളുകളിൽ മാത്രമായിട്ട്. പക്ഷേ അത് അമൽ നീരദിന്റെ ഒരു പടം ഇറങ്ങുന്നത് വരെ മാത്രം. ഫഹദിനെ നായകനാക്കി വന്ന 2018 വരത്തൻ അതായിരുന്നു ഷറഫുദ്ദീന്റെ കരിയറിലെ പ്രേമത്തിന് ശേഷമുള്ള ടേണിംഗ് പോയിന്റ്. അദ്ദേഹത്തിനെ ആരും സങ്കല്പിക്കാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടർ. ഹ്യൂമർ മാത്രം ചെയ്തിരുന്ന ആള് വരത്തനിൽ വില്ലനായി. അതും പക്ക റോ ആയിട്ടുള്ള അഗ്ലി ആയിട്ടുള്ള സ്വാഗുള്ള ഒരു വില്ലനായിട്ട്. ആ ഒരു ക്യാരക്ടറിനെ വളരെ കുറച്ച് സ്ക്രീൻ ടൈം കൊണ്ട് അതിന് കിട്ടേണ്ടത്ര ഇമ്പാക്റ്റിൽ തന്നെ ഷറഫുദ്ദീൻ ഡെലിവർ ചെയ്തു. അതോടുകൂടി ഓഡിയൻസിനൊക്കെ ആളോടുള്ള ഇഷ്ടം നല്ല രീതിയിൽ കൂടി. ഫണ്ണി ക്യാരക്ടേഴ്സിൽ നിന്നും സീരിയസ് റോളുകളിലേക്ക് പെട്ടെന്ന് വന്ന ആ ഒരു ട്രാൻസിഷൻ അത് ഓഡിയൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തു. ചാക്കോച്ചന്റെ കൂടെ ജോണി എസപ്പ. ആ സിനിമയൊക്കെ പലരും ഇപ്പോഴും ഷറഫിന്റെ സീൻസ് മാത്രം എടുത്ത് കാണുന്നതാണ്. വരത്തനിലെ ആ സീരിയസ് റോളിന് ശേഷം വീണ്ടും ഹ്യൂമർ റോളുകളിലൂടെ അദ്ദേഹം സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നു. ചിൽഡ്രൻസ് പാർക്ക്, ഹാപ്പി സർദാർ, അതിനിടയിൽ വൈറസിൽ ഒരു ചെറിയ ഇമ്പാക്റ്റ് ഉള്ള സീരിയസ് കഥാപാത്രമായിട്ടും വന്നിരുന്നു. അങ്ങനെ 2020 ആ വർഷമായിരുന്നു ഷറഫിന്റെ കരിയറിലെ മേജറായ ട്വിസ്റ്റ് സംഭവിച്ചത്. ഓൾറെഡി ആളെ ഇഷ്ടപ്പെട്ടിരുന്ന ഓഡിയൻസ് ഒക്കെ ഷറഫിനെ നിർത്താതെ പ്രശംസിച്ച ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്തു. ഇന്നും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വില്ലനാവാൻ എല്ലാ റൈറ്റ്സും ഉള്ള ഡോക്ടർ ബെഞ്ചമിൻ ലൂയിസ്. മിഥുൻ മാനുവൽ തോമസിന്റെ ഡയറക്ഷനിൽ വന്ന ഷറഫിന്റെ കരിയർ ബെസ്റ്റ് ആയ കുബോയുടെ മൂവി അഞ്ചാം പാതിര. അതില് വളരെ കുറച്ച് സമയമേ വില്ലനായിട്ട് ഷറഫുദ്ദീൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ക്യാരക്ടറിന് സിനിമയുടെ സ്റ്റോറിയിൽ ഉണ്ടായിരുന്ന ഡെപ്തും ലെയേഴ്സും വളരെ ഡീപ്പ് ആൻഡ് സ്ട്രോങ് ആയിരുന്നു. അത് അതിന്റെ പീക്കില് ഓഡിയൻസിന് ഇമ്പാക്ട് കിട്ടുന്ന രീതിയിൽ തന്നെ വളരെ കുറച്ച് സ്ക്രീൻ ടൈം കൊണ്ട് ഷറഫുദ്ദീൻ ഡെലിവർ ചെയ്തു. എന്റെ കഥയും എന്റെ പ്രതികാരവും എല്ലാം എന്റെ സ്വകാര്യതയാണ്.
ആൻഡ് ദാറ്റ്സ് വാട്ട് മേക്ക് ഹിം സ്പെഷ്യൽ. ഇങ്ങയുടെ മെയിൻ ക്വാളിറ്റിയും അതാണ്. ചെയ്ത കഥാപാത്രങ്ങൾ കൂടുതലും ഓഡിയൻസ് ഓർത്തിരിക്കും. അങ്ങനെ 2020 കഴിഞ്ഞു. ഹലാൽ ലവ് സ്റ്റോറി കൂടി ചെയ്തിട്ട് 2021 ആർക്കറിയാം. സിനിമ കണ്ടവര് വളരെ കുറവായതുകൊണ്ടും ബിജു മേനോന്റെ ഗംഭീര പെർഫോമൻസ് മുന്നിട്ട് വന്നതുകൊണ്ടും ആ സിനിമയിൽ അത്രയും അടിപൊളിയായിട്ട് വേഴ്സറ്റാലിറ്റി കാണിച്ചു തന്ന ഷറഫിനെ കുറെ പേരൊന്നും പ്രശംസിച്ച് കണ്ടില്ലായിരുന്നു. ആളുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസിൽ ഒന്ന് തന്നെയാണ് ആർക്കറിയാമില്ലേത്. അങ്ങനെ അതിനുശേഷം ക്യാരക്ടർ റോൾസിൽ കുറെ സിനിമകൾ ചെയ്തു. നാരദൻ, പത്രോസിന്റെ പടപ്പുകൾ, കുറ്റവും ശിക്ഷയും, റോഷാക്ക്, ഗോൾഡ്, അദൃശ്യം, അങ്ങനെ അങ്ങനെ അങ്ങനെ. അതിനിടയിൽ മെയിൻ ലീഡായിട്ടും വലിയ വിജയമൊന്നും ആവാത്ത സിനിമകളും ആള് ചെയ്തിരുന്നു. 1744 ഓൾട്ടോ, നീയും ഞാനും, പ്രിയ നോട്ടത്തിലാണ്, എക്സെട്ര. ആർക്കറിയാം എന്ന സിനിമക്ക് ശേഷം അധികം സ്പോട്ട് ലൈറ്റിലൊന്നും വരാതെ പക്ഷെ കുറെ സിനിമകൾ ചെയ്ത് പോയിരുന്നു ആള്. അതിപ്പോ ക്യാരക്ടർ റോൾസിലും മെയിൻ ലീഡായിട്ടും ഉണ്ടായിരുന്നു. ഈ ഉച്ചക്ക് ചോറ് കഴിക്കുമ്പോ കാണാൻ പറ്റിയ സിനിമകളിലെ കാം ആൻഡ് ഫീൽ ഗുഡ് ആയിട്ടുള്ളത്, അതുപോലത്തെ നല്ല സിനിമകൾ. എക്സാമ്പിൾ ആയിട്ട് മധുര മനോഹര മോഹം, പ്രിയ നോട്ടത്തിലാണ്, ഇന്ത്യക്കാക്കൊരു പ്രേമുണ്ടായിരുന്നു, ഹലോ മമ്മി, തോൽവി FC, ആനന്ദം പരമാനന്ദം, എക്സെട്ര. ഇങ്ങനത്തെ നല്ല സോഫ്റ്റ് ടൈപ്പ് സിനിമകൾ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും പക്ഷേ പഴയ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രം അത് അഞ്ചാം പാതിരക്ക് ശേഷം മിസ്സിംഗ് ആയിരുന്നു. 2025 വരെ. ആ വർഷമാണ് പടക്കളം ഇറങ്ങിയത്. സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാവരും കിടിലം പെർഫോമൻസ് ചെയ്തു വെച്ച മലയാളത്തിലെ എക്സ്പെരിമെന്റൽ പടം. പടക്കളത്തിന് തിയേറ്ററിൽ അർഹിച്ച വിജയം ലഭിച്ചില്ലെങ്കിലും പക്ഷേ OTT ഇറങ്ങി ഷറഫിന്റെ കംബാക്ക് ആയിട്ട് എല്ലാവരും അതിനെ പറഞ്ഞു. എന്നിട്ട് പടക്കളായിട്ട് ആവുമ്പോൾ ഞാൻ ആദ്യം കേൾക്കുന്ന ഡയലോഗ് മറ്റേ ഷറഫുദ്ദീന്റെ കംബാക്ക്. ഞാൻ ലൈഫിൽ അത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായത് ഞാൻ ഫീൽഡ് ഔട്ട് ആയിരുന്നു എന്നുള്ളതാണ്. ഒരേ സിനിമയിൽ തന്നെ ഹ്യൂമറിലും സീരിയസ് ആയിട്ടും ആള് ഞെട്ടിച്ചു. എല്ലാവരും ഞെട്ടിച്ചു. കൂട്ടത്തിൽ ആളും ടോപ്പായിരുന്നു. ആൻഡ് അതിനുശേഷം ഇപ്പോ ഉള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ എല്ലാ സിനിമയിലും ഇങ്ങേരുണ്ട്. അതുപോലെ തന്നെ ഫാമിലി ഓഡിയൻസിനൊക്കെ ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു ആക്ടറായിട്ടും ഷറഫുദ്ദീൻ വളർന്നു. 2025 തന്നെ ഹിറ്റ് അടിച്ച പെറ്റ് ഡിറ്റക്റ്റീവില് മെയിൻ ക്യാരക്ടർ ആയിട്ട് അഭിനയിച്ച് ഒപ്പം സിനിമയുടെ പ്രൊഡ്യൂസർ ആവുകയും ചെയ്തു. സോ ഒരു സൈഡ് ആക്ടറിൽ നിന്നും ഒരു പ്രൊഡ്യൂസറായിട്ടും ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആയിട്ടും ഷറഫുദ്ദീൻ ഉയർന്നു. 2026 മെയിൻ ലീഡായിട്ട് ഒരു ഡീസന്റ് വാച്ച് മാത്രമായ മധുവിധുവിലും ക്യാരക്ടേഴ്സ് ആയിട്ട് പ്രതിച്ഛായയിലും ആശകളായിരത്തിലും മോളിവുഡ് ടൈംസിലും ഇതിലൊക്കെയായിട്ട് അദ്ദേഹം വന്നു. ഇനിയും എന്തായാലും നല്ല കുറെ സിനിമകളുടെ ഭാഗമാവാനും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഓർത്തിരിക്കാൻ കഴിയുന്ന ക്യാരക്ടേഴ്സ് മലയാള സിനിമക്ക് സമ്മാനിക്കാനുമുള്ള പൊട്ടൻഷ്യല് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ട്. പണ്ടത്തെ ദിലീപിന്റെ സ്ഥാനം വൈകാതെ തന്നെ ഫാമിലി ഓഡിയൻസിൽ നിന്നും ലഭിക്കാനുള്ള എല്ലാ ചാൻസും ആളുടെ സ്ക്രിപ്റ്റ് സെലക്ഷനിലുണ്ട്. ആൻഡ് ഓൾസോ ഹി ഹാവ് ദാറ്റ് ലൈക്കബിലിറ്റി. ഇനിയിപ്പോ അപ്കമിങ് ആയിട്ട് വരാനുള്ളതും നല്ല സിനിമകളാണ്. അമൽ നീരദിന്റെ ബാച്ചിലർ പാർട്ടി 2വിലും നിവിൻ പോളിയുടെ ഡിയർ സ്റ്റുഡൻസിലും പിന്നെ മെഡിക്കൽ മിറാക്കിള് എക്സെട്ര. മലയാള സിനിമയിൽ ഇപ്പോഴേ ഒരു സോഫ്റ്റ് സ്പോട്ട് ലോക്ക് ചെയ്ത സ്ഥിതിക്ക് വെറും സൈഡ് ക്യാരക്ടേഴ്സിൽ നിന്നും ഈ ഒരു ലെവലിലേക്ക് എത്തിയ ഗ്രോത്ത് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന പല ബിഗിനേഴ്സിനും അദ്ദേഹം ഒരു ഇൻസ്പിറേഷൻ ആണ്. സോ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് എന്താക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോ. അപ്പോ ടേക്ക് കെയർ ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ഗുഡ് ബൈ.